കഴിഞ്ഞ ദിവസം നമ്മൾ ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് ചില കാര്യങ്ങളാണ് ചിന്തിച്ചത്. അതിൻ്റെ ആത്മീക വശം, ഭൗമിക വശം. അതിൻ്റെ ഭൗമിക വശത്തിൽ കൈവരുന്ന അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളുടെ നിവൃത്തികളുമൊക്കെ. ഇതിൻ്റെ ആത്മീയ വശം അവർ ദൈവരാജ്യത്തിൻ്റെ രാജകീയ പുരോഹിതന്മാരായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ദൈവരാജ്യത്തിൻ്റെ സമ്പൂർണമായ അനുഗ്രഹങ്ങൾ മനുഷ്യരാശിക്ക് കൈവരുന്നതിന് അതിനുള്ള നടപടികൾക്ക് മുന്നമേ ന്യായവിധി എന്ന ഒരു വലിയ ന്യായവിസ്താരം മുഴുവൻ മനുഷ്യരാശിക്കായിട്ടും നടത്തപ്പെടേണ്ടതുണ്ട്. ആ ന്യായവിധി 1000 സംവത്സരം കൊണ്ട് ആണ് അവസാനിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വാഴ്ചയുടെ കാലം 1000 വർഷമാണെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 1000 വർഷത്തെ ക്രിസ്തുവിൻ്റെ വാഴ്ച കൊണ്ടാണ് പാപത്തെയും മരണത്തിൻ്റെ ഫലങ്ങളെയും ഇല്ലാതാക്കുന്നതും എല്ലാവരെയും ന്യായം വിധിക്കുന്നതും ഓരോരുത്തർക്കും അർഹരായവർക്ക് പ്രതിഫലം പ്രഖ്യാപിക്കുന്നതും അനർഹരായവർക്ക് ശിക്ഷ കൽപ്പിക്കുന്നതും എല്ലാം ഈ 1000 ആണ്ട് അടങ്ങുന്ന ന്യായവിധി കാലത്താണ്. ഈ ന്യായവിധിയിൽ പങ്കാളികളായി തീരുന്നത് യേശുക്രിസ്തുവും അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സഭയുമാണ്. അവരാണ് ആദാമ്യ ഭവനത്തെ മുഴുവനായി സഹസ്രാബ്ദത്തിൽ ന്യായം വിധിക്കുന്നത്. ഈ ന്യായവിധി എപ്പോൾ ആരംഭിക്കും? അതിന് മുന്നോടിയായിട്ടുള്ള സംഭവം എന്താണ് എന്ന് നമുക്ക് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31-ാം വാക്യത്തിൽ വായിക്കാൻ കഴിയും. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ തൻ്റെ ഇടത്തും നിർത്തും. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളിച്ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നരായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു.
രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്നു കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തത്? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവനോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എനിക്ക് ചെയ്തത് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സഭയെ സംബന്ധിച്ചാണ്. സഭയോടുകൂടെയാണ് യേശു ക്രിസ്തു രണ്ടാമത് രാജാവായി വരുന്നത്. രാജാവായി വരുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട സഭ അവനോടുകൂടെ ഉണ്ടായിരിക്കും. അതാണ് ദൈവരാജ്യത്തിനു മുമ്പായി നടക്കേണ്ട ന്യായവിധിയുടെ ദിവസത്തിൽ അതിൻ്റെ പ്രത്യേകത. അപ്പൊ 1000 ആണ്ട് ന്യായവിധിയിൽ കൂടെയാണ് ദൈവരാജ്യം പ്രത്യക്ഷമായി ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നു. അപ്പോൾ ഈ ദൈവരാജ്യത്തിന് അവകാശികളായിത്തീരുന്ന ആളുകളെ സംബന്ധിച്ചാണ് 2 വിഭാഗങ്ങളായിട്ട് ഇവരെ വേർതിരിക്കുന്നു. ചെമ്മരിയാടും കോലാടും. ചെമ്മരിയാടുകളെ അനുസരണമുള്ളവരായിട്ടും കോലാടുകളെ അനുസരണം കെട്ടവരുമായിട്ടാണ് ചിത്രീകരിക്കുന്നു. അപ്പൊ ഈ 2 വിധത്തിലുള്ള ആടുകളെ വേർതിരിക്കുന്നത് സ്വഭാവ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും ആ ആഗ്രഹത്തിന് അനുസരണമായി സ്വഭാവ ഗുണങ്ങൾ പ്രദർശിപ്പിക്കുന്നവർക്കും അതിനെ അനുഷ്ഠിക്കുന്നവർക്കും മാത്രമേ ദൈവരാജ്യത്തിൽ അവകാശം പ്രാപിക്കാൻ കഴിയൂ. അപ്പോൾ നല്ല സ്വഭാവ ഗുണമുള്ളവരെ ചെമ്മരിയാടുകളായിട്ടും അനുസരണം കെട്ടവരെ കോലാടുകളായിട്ടും വേർതിരിക്കും. കോലാടുകൾക്ക് നാശമാണ് കൽപ്പിക്കുന്നത് ന്യായവിധിയിൽ. ചെമ്മരിയാടുകൾക്കോ അവർക്ക് ജീവൻ എന്ന അനുഗ്രഹമാണ്. ഒരു കൃത്യമായ നിയമ വ്യവസ്ഥിതിയിൽ കൂടിയാണ് ന്യായവിധി നടത്താൻ പറ്റുകയുള്ളൂ. സഹസ്രാബ്ദത്തിൽ മനുഷ്യരെ ന്യായം വിധിക്കുവാൻ കൃത്യമായ ഒരു ന്യായവിധിയുടെ പ്രമാണം നൽകപ്പെടും എന്നുള്ളതാണ്. അത് അനുസരണം എന്നുള്ള ആ സ്വഭാവ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലായി ആരെ അനുസരിക്കണം എന്നുള്ളതാണ് പ്രമാണം. യേശുക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പുത്രനും രക്ഷകനും വീണ്ടെടുപ്പുകാരനും രാജാവുമായിട്ട് ഓരോ വ്യക്തികളും അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യണം എന്നുള്ളതാണ്. ഇതിനുവേണ്ടി ഓരോ വ്യക്തികൾക്കും യേശുക്രിസ്തുവിനെയും പിതാവായ ദൈവത്തെയും തിരിച്ചറിയുന്നതിനുള്ള അവസരം
ന്യായവിധി ദിവസത്തിൽ നൽകപ്പെടും. ആ ലഭിക്കുന്ന അവസരത്തിൽ അവർ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിത്യജീവന് യോഗ്യരാണെന്ന് തെളിയിക്കണം എന്നുള്ളതാണ്. യാതനിൽ ആദിമനുഷ്യർക്ക് ദൈവം കൊടുത്ത പ്രമാണവും ഒരു അനുസരണത്തിൻ്റെ പ്രമാണമായിരുന്നു. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം ഭക്ഷിക്കരുത്, അത് ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്നാണ്. സഹസ്രാബ്ദത്തിൽ നൽകപ്പെടുന്ന പ്രമാണവും അതിന് സമാന്തരമായിട്ട് പുത്രനെ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്, പുത്രനെ അനുസരിക്കുന്നവന് ജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവന് ജീവനെ കാണുകയില്ല എന്നാണ്. അപ്പോൾ രണ്ട് വിഭാഗങ്ങളും അവിടെ ഉണ്ടാകും, അനുസരിക്കുന്നവരും അനുസരണം കെട്ടവരും. അനുസരണം കെട്ടവർക്ക് സഹസ്രാബ്ദത്തിൽ നൽകുന്ന ശിക്ഷ രണ്ടാം മരണമാണ്. രണ്ടാം മരണത്തിൽ നിന്ന് ആർക്കും മോചനമില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മളിപ്പോൾ മരിക്കുന്നത് ഒന്നാം മരണമാണ്, ആദാമിൻ്റെ ലംഘനത്തിൽ കൂടെ നമുക്ക് പകർന്നു കിട്ടിയിരിക്കുന്ന മരണമാണ്. ഈ മരണത്തിൽ നിന്ന് നമ്മളെ പുനരുദ്ധാനം വഴി യേശുക്രിസ്തു മോചിപ്പിക്കും. രണ്ടാമത്തെ മരണത്തിന് അതിൽ നിന്ന് മോചനം ഇല്ല. അതുകൊണ്ട് ആ മരണം സമ്പൂർണ്ണ നാശമായിരിക്കും എന്നാണ്. ഈ 1000 ആണ്ട് ന്യായവിധിയിൽ കൂടി നല്ലവരെയും ദുഷ്ടന്മാരെയും വേർതിരിച്ച് ശുദ്ധീകരിക്കപ്പെട്ട ഒരു ഭൂമി, അത് കർത്താവിൻ്റെ വാഴ്ചയുടെ ഫലമായി ഉളവായി വരും. അതിനെക്കുറിച്ച് പുതിയ ഭൂമി എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ഈ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്ന ജനതയെക്കുറിച്ച് പുതിയ ഭൂമി എന്നാ പറയുന്നത്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഇല്ല, അത് കഴിഞ്ഞുപോയി. ഒന്നാമത്തെ ഭൂമി അത് മുഴുവൻ മരണവും ദുഃഖവും പാപവും നിറഞ്ഞിരുന്നതാണ്. രണ്ടാമത്തെ ഭൂമി എന്ന് പറയുന്നത് നിത്യജീവനും സന്തോഷവും സമാധാനവും ഉള്ള ജനതയാണ്. ഞാൻ പുതിയ ആകാശം കണ്ടു, പഴയ ആകാശം ഓടിപ്പോയി അല്ലെങ്കിൽ ഒഴിഞ്ഞുപോയി എന്നൊക്കെ പറയുന്നു. പാപത്തിൻ്റെ ഫലമായി ക്രിസ്തുയേശുവിൻ്റെ രാജ്യം സ്ഥാപിക്കപ്പെടുന്നത് വരെയുള്ള ഭരണകൂടങ്ങളെല്ലാം പഴയ ആകാശമാണ്. ആ പഴയ ആകാശത്തിന് മനുഷ്യന് യാതൊരു അനുഗ്രഹവും നൽകാൻ പറ്റിയിട്ടില്ല. കാരണം അത് സാത്താൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും സാത്താൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. അത് നമ്മൾ ഇന്നലെ ചിന്തിച്ച വിഷയത്തിൽ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പുതിയ ആകാശം മനുഷ്യരാശിക്ക് എക്കാലവും ശാശ്വതമായ ശാന്തിയും സമാധാനവും നൽകുന്നതാണ്. ആ പുതിയ ആകാശം എന്ന് പറയുന്ന ആ ഭരണകൂടം, അതിൻ്റെ രാജാവ് യേശുക്രിസ്തുവും അതിൻ്റെ പുരോഹിതന്മാർ സഭയുമാണ്. അവർ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം അതേപടി നിറവേറ്റുന്നവരാണ്. അതുകൊണ്ട് അവരെ പുതിയ ആകാശം എന്ന് വേദപുസ്തകം വിളിക്കുന്നു.
അതാണ് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും അത് ഓടിപ്പോയി. അത് യഹോവയുടെ സന്നിധിയിൽ നിന്നും കർത്താവിൻ്റെയും അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സഭയുടെയും വാഴ്ചയുടെ ഫലമായി അത് നശിപ്പിക്കപ്പെട്ടു. അതിൻ്റെ നിയന്ത്രണം പിശാചിനായിരുന്നു. പിശാചിനെ ബന്ധിക്കുക മൂലം പിശാചിൻ്റെ ആധിപത്യം നഷ്ടപ്പെടുവാൻ തുടങ്ങി. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം പിശാചിൻ്റെ ബന്ധനത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തി. വായിച്ച് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം ഒരു ദൂതൻ ആകാശത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ചു 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിക്കാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. മതി. ഇവിടെ പിശാചിന്റെ ബന്ധനം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. വെളിപ്പാട് പുസ്തകം മുഴുവൻ അലങ്കാര പുസ്തകമാണ്. അതിൽ അക്ഷരാർത്ഥമില്ല. അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വാച്യാർത്ഥമാണ്, വ്യംഗ്യാർത്ഥമാണ് എന്നെല്ലാം പറഞ്ഞ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ ആളുകൾ മുൻവിധികളോടുകൂടിയാ വെളിപ്പാട് പുസ്തകം കാണണേ. വെളിപ്പാട് പുസ്തകത്തിൽ ഈ പറയുന്ന എല്ലാം ഉണ്ട്. അക്ഷരാർത്ഥമുണ്ട്, വ്യംഗ്യാർത്ഥമുണ്ട്, അലങ്കാരമുണ്ട്. ഇത് അക്ഷരാർത്ഥം എവിടെയാണെന്നും വ്യംഗ്യാർത്ഥം എവിടെയാണെന്നും അലങ്കാരം എവിടെയാണെന്നും ഒക്കെ ഈ പുസ്തകം പഠിക്കുന്നതനുസരിച്ച് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ജ്ഞാനബുദ്ധി കൊണ്ടാവശ്യം, ഇവിടെ സഹിഷ്ണുത കൊണ്ടാവശ്യം, ഇവിടെ വിശേഷമായ ജ്ഞാനമാവശ്യം എന്നൊക്കെ പറയുന്നുണ്ട് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന ഈ വേദഭാഗം ഇവിടെ സാത്താനെ 1000 ആണ്ടുകളിലേക്ക് ചങ്ങലയിട്ടു എന്നാണ്. 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. ഇത് അക്ഷരാർത്ഥമാണോ ലക്ഷ്യാർത്ഥമാണോ? ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? 1000 ആണ്ടേക്കുന്ന. അത് അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ന്യായവിധി ദിവസം 1000 ദിവസമാണ്. 1000 ദിവസം ഇല്ലാതെ ഈ ആദാമ്യ ഭവനത്തെ മുഴുവൻ എങ്ങനെ ന്യായം വിധിക്കും? ന്യായവിധി എന്നത് ഒരു പ്രമാണം കൊടുക്കുന്നു. പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരെയും പരിശോധിക്കുന്നു, അതിന് സമയം കൊടുക്കുന്നു, അത് അനുസരിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു, അതനുസരിക്കാത്തവർക്ക് ശിക്ഷ കൊടുക്കുന്നു. ഇതിനൊക്കെ സമയം വേണം. അപ്പോൾ 1000 ആണ്ടുകളിലേക്ക് പറയുന്നത് യാതൊരു അപാകതയും ഇല്ല. അപ്പോൾ സാത്താൻ്റെ ബന്ധനം ആണ് ഒന്നാമത് നടക്കും. കർത്താവും സഭയും വന്നു കഴിഞ്ഞാൽ സാത്താൻ്റെ ബന്ധനമാണ് ഒന്നാമതാണ്. സാത്താൻ്റെ ബന്ധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? തിന്മയുടെ യാതൊരു പ്രവർത്തനങ്ങളും ഈ 1000 ആണ്ടിലേക്ക് ദൈവം അനുവദിക്കുന്നതല്ല. സാത്താൻ തിന്മയുടെ മൂർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം അത് തന്നെയാണ്. പോഷ്ക് പറയുക, തിന്മ ചെയ്യുക, തിന്മ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുക, ദൈവത്തിന് എതിരായിട്ട് നീങ്ങുക, ഇതെല്ലാമാണ് പിശാചിൻ്റെ സ്വഭാവം. ഈ സ്വഭാവങ്ങൾ കർശനമായി നിയന്ത്രിക്കപ്പെടും. എന്തിനു വേണ്ടിയിട്ടാ? ഈ ജാതികളെ വഞ്ചിക്കാതിരിക്കാൻ.
പുനരുത്ഥാനത്തിലേക്ക് വരുന്ന ജനകോടികളെ വഞ്ചിക്കാതിരിപ്പാൻ, അവർക്ക് സ്വസ്ഥമായി ഈ ന്യായവിധിയെ നേരിടാനുള്ള അവസരം കർത്താവ് സൃഷ്ടിക്കുകയാണ്. അങ്ങനെ അവർക്ക് ഈ അവസരത്തിൽ അവർ നിത്യജീവൻ യോഗ്യരെന്ന് തെളിയിക്കാൻ പറ്റും. അങ്ങനെ തെളിയിക്കാത്തവർക്ക് ആണ് രണ്ടാം മരണമെന്ന ശിക്ഷ കൽപ്പിക്കുന്നു. ഇതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്, 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. 1000 ആണ്ട് കഴിയുമ്പോൾ സാത്താനെ വീണ്ടും ദൈവം അല്പകാലത്തേക്ക് അഴിച്ചുവിടും. എന്തിനു വേണ്ടിയിട്ടാ? അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വഴി മനുഷ്യരാശിയെ പരീക്ഷിക്കാനാണ്. പരിശോധനയിൽ ജയിക്കുന്നവർക്ക് എക്കാലത്തും പ്രതിഫലമുള്ളൂ ദൈവത്തിൻ്റെ പക്കൽ നിന്ന്. പരിശോധനയില്ലാതെ ആർക്കും ഒരു പ്രതിഫലവും ദൈവം നൽകുന്നതല്ല. അപ്പോൾ തടവിൽ നിന്ന് അഴിച്ചു വിട്ടു കഴിയുമ്പോൾ എന്തു ചെയ്യും? ഈ പിശാച് അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. കണ്ടോ? പിശാച് വീണ്ടും ദുഷ്ടത ചെയ്യാൻ തയ്യാറാവുക. കുറെ അനുസരണം കെട്ട ആളുകളെ ചേർത്തുകൊണ്ട് തൻ്റെ ദുഷ്ടത പ്രവർത്തിക്കാൻ പിശാച് വീണ്ടും തുനിയുകയാണ്. അപ്പോൾ എന്തു ചെയ്യും? എന്നാൽ ആകാശത്തു നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അങ്ങനെ പിശാചിനെ എന്നേക്കും നശിപ്പിച്ചു കളയും. സംഹാരത്തോടുകൂടി അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകും. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെയത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അപ്പോൾ സഹസ്രാബ്ദ വാഴ്ച സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവാനുള്ളതാണ്. പാപത്തിൻ്റെ ഫലമായി മനുഷ്യൻ നേരിടുന്ന എല്ലാ പീഡകളും മരണവും ഇതെല്ലാം മനുഷ്യൻ്റെ ശത്രുവാണ്. ഈ ശത്രുക്കളെ കീഴടക്കുവാൻ 1000 ആണ്ട് വാഴ്ച ആണ് കർത്താവ് സമയമെടുക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ ശത്രുവായിട്ടാണ് മരണം നീങ്ങിപ്പോകുന്നത്. എന്ന് പറഞ്ഞാൽ സഹസ്രാബ്ദ വാഴ്ച 1000 വർഷമാണ്. 1000 വർഷത്തിൻ്റെ ഒടുവിൽ മരണം നിശേഷമായും നീക്കപ്പെട്ടിരിക്കും. അങ്ങനെ ഈ സകല ശത്രുക്കളെയും ക്രിസ്തുവിനും സഭയ്ക്കും കാൽക്കീഴാക്കി കൊടുക്കുന്നത് പിതാവായ ദൈവമാണ്. പിതാവായ ദൈവത്തിൻ്റെ അധികാരത്താലും ശക്തിയാലും സകല ശത്രുക്കളും അവർക്ക് കീഴ്പ്പെടും. അങ്ങനെ അവസാനമായിട്ട് പിതാവായ ദൈവം
സകലത്തിലും സകലവും ആയിത്തീരും. എന്ന് പറഞ്ഞാൽ ആദിയിൽ ഏദനിൽ ഉണ്ടായിരുന്ന അവസ്ഥയിൽ പിതാവായ ദൈവം മനുഷ്യനോട് ഇടപെടുന്നു. അങ്ങനെ സകലവും യേശുക്രിസ്തുവിന് കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം താൻ സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അങ്ങനെ അവസാനം എല്ലാ ശക്തിയും മഹത്വവും ഔന്നത്യവും എല്ലാം പിതാവായ ദൈവത്തിന് ആയിത്തീരും. അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അപ്പൊ സഹസ്രാബ്ദ വാഴ്ച വഴി പരിപൂർണമായി ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിച്ചെടുത്ത് യേശുക്രിസ്തു ആ രാജ്യം പിതാവിനെ ഏൽപ്പിക്കും. പിതാവിൻ്റെ ആയിരുന്നു ആ രാജ്യം. ഏദൻ തോട്ടത്തിൽ വെച്ച ആ രാജ്യം പിതാവിൻ്റെ ആയിരുന്നു. പിതാവിൻ്റെ രാജ്യം പിതാവിന് നഷ്ടപ്പെട്ടു. ഒരു വലിയ കഷ്ടമാണ്. ആ നഷ്ടപ്പെട്ട രാജ്യം വീണ്ടെടുത്തു കൊടുക്കുന്ന ആരാന്നറിയോ? പിതാവിൻ്റെ പുത്രനാണ്. അപ്പൊ ആ പിതാവിനോട് എത്രമാത്രം സ്നേഹമായി പുത്രനുള്ളത്. പിതാവിന് കഴിവില്ലാഞ്ഞിട്ടാണോ ഈ രാജ്യം നേരെയാക്കാൻ? അപ്പൊ പിതാവിനെ കഴിഞ്ഞും കഴിവുള്ള ആളാണോ പുത്രൻ? അല്ലേ? അല്ല. ഇവിടെ പിതാവിന്റെ രാജ്യം നഷ്ടപ്പെടാനുള്ള കാരണം ആരാ? ആദാമാ, അല്ലേ? ആദാം കൽപ്പന ലംഘിച്ചു. കൽപ്പന ലംഘിച്ച് ആദാമിനെ ദൈവം മരണശിക്ഷയ്ക്ക് വിധിച്ചു. അപ്പൊ മരിച്ചു പോകുന്ന ആളുകൾക്ക് പിന്നെ എങ്ങനെ അവർ രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്നു? മരിച്ചുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ ആദ്യ മനുഷ്യൻ മുതൽ ഭൂമിയിൽ ജനിച്ചു മരിക്കുന്ന എല്ലാ ആളുകൾക്കും നിത്യജീവൻ നൽകപ്പെട്ടെങ്കിലേ ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കാൻ പറ്റും. അതിന് പറ്റിയ ഒരാൾ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ദൂതന്മാർക്കും പറ്റില്ല, മധ്യസ്ഥന്മാർക്കും പറ്റില്ല, ആർക്കും പറ്റില്ല. കാരണം ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ പുത്രന് മാത്രമേ കഴിയുള്ളൂ. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ നീതി നിവർത്തിച്ച് നീതി നടപ്പാക്കി ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിക്കുന്ന ഒരു ജനത്തെ കർത്താവ് സൃഷ്ടിച്ച് പിതാവായ ദൈവത്തിന് കൊടുക്കുകയാണ്. അപ്പൊ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാത്ത ഏതൊരുത്തനെയും നശിപ്പിച്ച് കളയാനുള്ള അധികാരമുണ്ട് ആർക്ക്? യേശുക്രിസ്തുവിന്. കാരണം എന്താ? അവൻ ഭൂമിയുടെ രാജാവായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇതുപോലെയുള്ള മഹത്തരമായ ദൈവത്തിൻ്റെ പ്ലാനുകളും സത്യങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ആർക്കും കഴിയാതിരുന്ന അവസരത്തിൽ യേശുക്രിസ്തു മധ്യസ്ഥനും മറുവിലയുമായി വന്ന് പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ മനുഷ്യനു വേണ്ടി ഒരു നീതിയായി തീർന്നു. ആ നീതി പിതാവായ ദൈവം അംഗീകരിച്ചു. ആദാമിനെ മോചിപ്പിക്കണം, ആദാമിൻ്റെ ശിക്ഷയിൽ നിന്ന് ആദാമിനെ വീണ്ടെടുക്കണം. അതിന് ഞാൻ അനുസരിക്കാം. അങ്ങനെ ആദാമിൻ്റെ അനുസരണത്തെ പരീക്ഷിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ അനുസരണത്തെയും ദൈവം പരീക്ഷിച്ചു.
ആ പരീക്ഷയിൽ കർത്താവ് വിജയിച്ചു. അങ്ങനെ വിജയിച്ചതിൻ്റെ പേരിലാണ് മനുഷ്യരാശിക്ക് പർദീസയും അതിൽ അനുസരണമുള്ളവർക്ക് നിത്യജീവനും കൊടുക്കുവാൻ ദൈവം അവിടുന്ന് ഉത്തരവായിരിക്കുന്നു. അതുകൊണ്ട് പുത്രനെ അനുസരിക്കുന്നവന് ജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവന് ജീവനെ കാണുകയില്ല. അപ്പം ഇങ്ങനെ അനുസരണം കൊണ്ടും സ്വഭാവം കൊണ്ടും എല്ലാം പൂർണ്ണരായിത്തീർന്ന ഒരു മനുഷ്യ സമൂഹത്തെ യേശുക്രിസ്തു പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അതാണ് സകല വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. പിന്നെ ക്രിസ്തുവിൻ്റെയും സഭയുടെയും ഭരണമാണ് ഈ ഭൂമിയിൽ എക്കാലവും നല്ലത്. പിന്നീടുള്ള ജനങ്ങൾക്കൊരിക്കലും മരിക്കേണ്ട ആവശ്യമില്ല. അവർക്കെല്ലാം നിത്യജീവൻ പ്രദാനം ചെയ്യപ്പെടും. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വിഷയം ചുരുക്കമായി നമുക്ക് അവസാനിപ്പിക്കാം.